നമുക്ക് എവിക്ഷൻ പ്രക്രിയയിലേക്ക് പോവാം. ആരൊക്കെയാണുള്ളത്? സ്ഥലം തരുന്നില്ല. എന്റെ മേത്ത് തൊടാൻ നിനക്ക് ഒരു അധികാരമില്ല, മനസ്സിലായ? എന്റെ കയ്യുമ്മ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു ബിഗ് ബോസ്. ആര് ശക്തായിട്ട് എന്റെ കൈ അനങ്ങാണ്ട് കാര്യം ഈ കാണിക്കുന്ന ക്രൂരതയാണ് കേട്ടോ ആര്യൻ. മുട്ട മഴക്ക് അവൻ ഫുൾ സ്ഥലമുണ്ടോ? ഇപ്പോഴിതാ പുതിയൊരു ആരോപണം. ചെയ്യരുത് ആര്യൻ, ചെയ്യരുത് ആര്യൻ, ആരും ചെയ്യരുത് ആര്യൻ. ഇല്ല അവന്റെ ആരും ചെയ്യരുത്. പിന്നെ ചിലർ പൊട്ടിക്കരഞ്ഞു. ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. ഒരു പക്ഷേ ബിഗ് ബോസ് കണ്ടന്റിന്റെ ക്ഷാമം കൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നിയില്ല ഈ 3 പേരെ ക്യാപ്റ്റന്മാരായിട്ട് നിയമിച്ചത്. പക്ഷെ നിലവാരം കുറഞ്ഞുപോയി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എല്ലാ ദിവസവും അടിയും ആഹാര സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുന്നത് മാത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലേക്കാണ് ഈ ഷോ കൊണ്ടുപോകുന്നതും. ഒരുപക്ഷെ 5-6 സീസൺ നമ്മൾ കണ്ടതാണ്. ഒരു സീസണിലും ഇത്രയേറെ വഴക്കുകളും അതുപോലെ തന്നെ ഇത്രയേറെ മോശം കണ്ടന്റ് നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ഈ സീസണിൽ മത്സരാർത്ഥികൾക്ക് പണിയെടുക്കാൻ വേണ്ടിയായിരിക്കാം ബിഗ് ബോസ് ഇതൊക്കെ ചെയ്തത്. എന്നാൽ ബിഗ് ബോസിന് തന്നെ തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ അവിടുത്തെ മത്സരാർത്ഥികൾ. ഒന്നിനു പുറമെ മറ്റൊന്നായിട്ട് എപ്പോഴും അടിയും വഴക്കും ആരും പറഞ്ഞാൽ കേൾക്കാത്ത രീതിയിലേക്കാണ് ഈ മത്സരാർത്ഥികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അടിയും ഉണ്ടായി വാണിംഗും കൊടുത്തതേ ഉള്ളൂ. അതിനുശേഷവും നിരന്തരം അടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലാലേട്ടൻ വീക്കെൻഡ് വന്ന് ഓരോ മാസ് ഷോ കാണിക്കുന്നതല്ലാതെ ഈ മത്സരാർത്ഥികൾ ആരും പറഞ്ഞാൽ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിലേക്കാണ് ബിഗ് ബോസിൻ്റെ ഈ പോക്ക്. ആരെങ്കിലും ഒരാൾക്ക് കപ്പ് കൊടുത്ത് പറഞ്ഞു വിടുകയല്ലാതെ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ മുന്നിൽ വേറൊരു വഴിയില്ല എന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ആർക്കെങ്കിലും കപ്പ് കൊടുക്കാൻ യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വ്യക്തമായിട്ട് ഭൂരിപക്ഷമുള്ള ഒരാൾ പോലും ഈ സീസണിൽ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ അനീഷും ഷാനവാസും അനുമോളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് നില മാറി മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച ഒരാൾ മുന്നിൽ നിൽക്കുമെങ്കിൽ അടുത്ത ആഴ്ച മറ്റൊരാൾ താഴെ പോകും. ആ രീതിയിലേക്കാണ് വോട്ടിങ്ങും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു സീസൺ എടുത്താൽ തന്നെ ആരെങ്കിലും ഒരാൾ വ്യക്തമായിട്ട് ലീഡ് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഈ സീസണിൽ അങ്ങനത്തെ ആളെ എടുത്തു പറയാനില്ല എന്നുള്ളതും ഓർത്തിരിക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ അവസാനമായിട്ട് അടിയുണ്ടാക്കിയിരിക്കുന്നത് നൂറയാണ്. അതും എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ട മുതൽ വീണ്ടെടുക്കാൻ വേണ്ടി. ആരൊക്കെയോ ആഹാര സാധനങ്ങൾ കട്ടെടുത്തുകൊണ്ട് പോയി എന്നുള്ള ഒറ്റ പേര് വെച്ചാണ് നൂറ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ നൂറയുടെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ ഇതിനു മുമ്പ് കള്ളം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് നൂറ അടുക്കളയിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് ഷോ ഇറക്കുന്നു, അതിനുശേഷം ഫ്രിഡ്ജ് തുറക്കുന്നു, അതിലുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് തെറിച്ച് വീഴുന്നു. ഇവിടെ എന്തിനാണ് ഈ പ്രഹസനമെല്ലാം നൂറ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ട മുതൽ വീണ്ടെടുക്കാൻ, ഇല്ലെങ്കിൽ തനിക്ക് കൂടെ അവകാശപ്പെട്ട സാധനങ്ങൾ മറ്റുള്ളവർ കൈക്കലാക്കി എന്ന രീതിയിലാണ് നൂറ ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എന്നാൽ ഈ നൂറ ഇതിനു മുമ്പ് കട്ടില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറയും അവിടെ കട്ട് നിന്നുന്നൊരു വ്യക്തിയാണ്. നൂറ മാത്രമല്ല, പല മത്സരാർത്ഥികളും അവിടെ കട്ട് നിന്നുന്ന വ്യക്തികളാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നെവിനെ തന്നെയാണ്. അതിനുശേഷം പല ആളുകളും നമ്മൾ ഒളിച്ചും പാത്തും ഒക്കെ തിന്നുന്നത് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ എടുത്തു പറയാനുണ്ടെങ്കിൽ സാവുമോനോ അനീഷോ ഷാനവാസോ ഒക്കെ ആയിരിക്കും കട്ട് തിന്നാത്തവരുടെ ലിസ്റ്റിൽ പെടുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഒരു തരം കിട്ടിക്കഴിഞ്ഞാൽ കട്ട് തിന്നുന്നവരാണ്. ആ കട്ട് തിന്നുന്നവർ തന്നെ ഇങ്ങനൊരു പ്രവർത്തനം കാണിക്കുമ്പോഴാണ് ഏറ്റവും ജനങ്ങൾ അവരെ വെറുക്കുന്നത്. ഇവിടെ ഈ ഒരു സംഭവം കൊണ്ട് നൂറയ്ക്ക് നല്ല പോസിറ്റീവ് കിട്ടുമെന്നായിരിക്കും നൂറ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ പ്രേക്ഷകരെല്ലാം കണ്ടു നിൽക്കുന്നത് കൊണ്ട് തന്നെ നൂറയ്ക്കേറെ നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അത് നൂറ കട്ട് തിന്നുന്ന വീഡിയോയുമായിട്ടാണ് പലരും ഇതിനെതിരെ പ്രതികരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സീസണുകളിൽ നിരവധി പേര് അവിടെ നിന്ന് മോഷ്ടിച്ചിരുന്നത് നമ്മൾ കണ്ടുള്ളതാണ്. രാത്രിയായാലും പകലായാലും എല്ലാവരും തരം കിട്ടിയാൽ മോഷ്ടിച്ചിരുന്നവരാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നൂറ വന്ന് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നൂറ ക്ലീൻ ആയിരിക്കണം, നൂറ അങ്ങനെ ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നൂറയെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഒരുപക്ഷെ എടുത്തു പറയുകയാണെങ്കിൽ സാവുമോനാണ് ഈ വിഷയം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആരും സാവുമോനെ കുറ്റപ്പെടുത്തത്തില്ല. കാരണം സാവുമോൻ അങ്ങനെ കട്ട് ചെയ്യുന്നൊരു വ്യക്തിയല്ല. ഇല്ലെങ്കിൽ അനീഷ് ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. എന്നാൽ നൂറ ഇങ്ങനെ ചെയ്യുമ്പോൾ ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ എന്തായാലും പ്രതികരിക്കും. അവർ നൂറയ്ക്കേറെ തിരികുകയും ചെയ്യും. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ കള്ളൻ തന്നെ വന്ന് കേസ് അന്വേഷിക്കുന്നത് പോലാണ് പലർക്കും തോന്നിയത്. അങ്ങനെയാണ് നൂറ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബിഗ് ബോസ് എല്ലാവർക്കും ഒരു വാണിംഗ് എന്ന പോലെയാണ് നെവിനെതിരെ ശക്തമായിട്ട് ആഞ്ഞടിച്ചത്. അതിൽ പറയുന്നുണ്ട്, ആരായാലും ഒരു ഫിസിക്കൽ അസാൾട്ട് നടത്തുകയാണെങ്കിൽ ഇനി ഇവിടെ വെച്ച് പൊറിപ്പിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇത് നെവിനെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എല്ലാവരെയും ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നത്. കാരണം പല പ്രാവശ്യം ഇതുപോലുള്ള രംഗങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് ഷാനവാസും അക്ബറുമായിരുന്നു ഫിസിക്കലി അസാൾട്ട് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ അതിനെ കടത്തിവെട്ടുന്നത് പോലെയാണ് നെവിൻ്റെ പല പരിപാടികളും. അനുമോൾക്കേരെ കാണിക്കുന്നതും അതുപോലെ തന്നെ ഷാനവാസ് നേരെ പാലെറിഞ്ഞതും എല്ലാം വളരെ മോശമെന്നേ പറയാൻ കഴിയത്തുള്ളൂ. ഇവിടെ ബെഡിൽ വെള്ളം ഒഴിക്കുന്നതിനെയൊക്കെ പലരും ന്യായീകരിക്കുന്നുണ്ട്.
ഹിന്ദി ബിഗ് ബോസിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതുപോലെ കണ്ടാൽ പോരെ എന്നൊക്കെ പലരും പറയുമായിരിക്കും. പക്ഷേ ഹിന്ദി ബിഗ് ബോസ് വേറെ, മലയാളം ബിഗ് ബോസ് വേറെ, രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഒന്നുകിൽ ആ കൾച്ചറിനനുസരിച്ച് ഇവിടെ ബിഗ് ബോസ് നടത്തണം, ഇല്ലെങ്കിൽ ഇവിടുത്തെ കൾച്ചറിനനുസരിച്ചായിരിക്കണം ഈ ബിഗ് ബോസ് ഷോ കൊണ്ടുപോകേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നെവിൻ കാണിച്ചതെല്ലാം ശുദ്ധ പോക്കൃത്തരമെന്നല്ലാതെ വേറൊന്നും പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ നെവിന് ഒരു പണിഷ്മെൻറ്റ് അത്യാവശ്യം എന്ന് പറയാൻ കഴിയത്തുള്ളൂ. ലാലേട്ടൻ ഇപ്രാവശ്യമെങ്കിലും നെവിൻ്റെ കോമഡിയിൽ വീഴാതിരുന്നാൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ എല്ലാ വീക്കെൻഡിലും നമ്മൾ കാണുന്നതിൻ്റെ തൊട്ട് ലാലേട്ടനെ ചിരിച്ച് സൂപ്പിച്ച് കുറച്ച് കോമഡിയൊക്കെ പറഞ്ഞ് നെവിൻ ആ എപ്പിസോഡ് കൊണ്ടുപോവുകയും ചെയ്യും, നെവിന് വാണിംഗ് കിട്ടാതെ വരികയും ചെയ്യും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അനിമോൾ കയറി നടത്തിയതും. അനിമോളുടെ ബെഡിൽ വെള്ളം കൊണ്ടൊഴിച്ചത് അത് വളരെ ചീപ്പ് പരിപാടിയായിപ്പോയി എന്ന് തന്നെ പറയണം. നെവിൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ നെവിന് പ്രതികരിക്കാമായിരുന്നു. ആ രീതിയിൽ തന്നെ പ്രതികരിച്ചായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു. എന്നാൽ ഒരാളുടെ ബെഡ് മുഴുവൻ നനച്ച് അതൊരു വേറെ രീതിയിലേക്ക് തന്നെ പോയപ്പോൾ അവിടെയുള്ള അക്ബറും ആര്യനും വരെ നെവിനെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു കാര്യത്തിൽ അനിമോൾക്കെതിരെ ചെയ്ത പ്രവൃത്തിയിൽ നെവിൻ ഒറ്റപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ അവരുടെ 3 അംഗ ഗ്രൂപ്പ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുകൊണ്ടായിരിക്കണം അതൊന്നും പുറത്തു പറയാതെ നെവിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നത്. അവിടെ ഓർക്കേണ്ടത് ഇവരുടെ ഈ ക്യാപ്റ്റൻസി വന്നതിന് ശേഷം പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. എടുത്തു പറയേണ്ടതാണ് മത്സരാർത്ഥികളുടെ ഹെൽത്ത് ഇഷ്യൂ. അത് വളരെ മോശം അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പലരും വൊമിറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ അവസാന നാളുകളിൽ ഷാനവാസ് വരെ ഹോസ്പിറ്റലിലായി. അങ്ങനെ പല ഹെൽത്ത് ഇഷ്യൂസും അവിടെ നടന്നിട്ടുണ്ട്. 100 വൊമിറ്റ് ചെയ്യുന്നുണ്ട്, പലർക്കും അവിടെ വൊമിറ്റിംഗ് ടെൻഡൻസി വരുന്നുണ്ട്, ഗ്യാസ് കയറുന്നുണ്ട്, നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ആരുടെ വീഴ്ചയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 3 ക്യാപ്റ്റന്മാരുടെ വീഴ്ചയായിട്ട് മാത്രമേ കരുതാൻ പറ്റുകയുള്ളൂ. കാരണം കറക്റ്റ് സമയത്ത് ഫുഡ് ഉണ്ടാക്കി കൊടുത്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതായത് ഒരു ഫിസിക്കൽ ടാസ്കിനിടയിൽ അവർക്ക് സമയമുണ്ടായിട്ടും അവിടെ ആര്യൻ മാത്രമായിരുന്നു ആ ഗെയിമിൽ അവസാനം വരെ ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് തന്നെ നെവിനും അക്ബറും എല്ലാം ഔട്ടായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നെവിനും അക്ബറിനും പോയി അവിടെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യാമായിരുന്നു. അത് ചെയ്യാതെ അവരവിടെ ടൈം വേസ്റ്റ് ചെയ്തതിന് ശേഷം എല്ലാം കഴിഞ്ഞ് ഫുഡും ഉണ്ടാക്കാതെ അവർക്കൊരു നേരത്തെ ആഹാരം നഷ്ടപ്പെടുത്തിയിട്ട് പിറ്റേ ദിവസം പലർക്കും ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കുമായിരുന്നല്ലോ എന്ന്. ആ ഒരു ചോദ്യത്തിന് ഒട്ടും പ്രസക്തിയില്ല. കാരണം കിച്ചൺ ടീമിൽ വർക്ക് ചെയ്യുന്നവർ എന്തായാലും അവിടെ ആഹാരം പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. അതാണ് അവർ ചെയ്ത ആദ്യത്തെ തെറ്റ്. ഇവിടെ ബിഗ് ബോസ് എന്തിനാണ് ഈ 3 പേരെ ക്യാപ്റ്റൻ ആക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പേരും കൂടി ആ വീട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തത്. അതിനുവേണ്ടി തന്നെയാണ് ആ 3 പേരെയും ക്യാപ്റ്റന്മാരാക്കിയതും. തങ്ങളെ 3 പേരെയും ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുത്തപ്പോൾ ഒരു മറുത്തൊരു അക്ഷരവും ഇല്ലാതെ ബിഗ് ബോസ് ക്യാപ്റ്റന്മാരാക്കിയെങ്കിൽ എന്തെങ്കിലും പണി കാണുമെന്ന്. ആ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പണി കൊണ്ട് തന്നെയാണ് അവർക്ക് ഈ സ്ഥിതിയും വന്നത്. അത് മനസ്സിലാക്കി വേണമായിരുന്നു അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതായത് ഭക്ഷണത്തിനോ ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാവില്ല എന്ന് അവർ ആദ്യം കരുതണമായിരുന്നു. അതിൽ തന്നെ അവർ ഫ്ലോപ്പായി പോയി എന്ന് തന്നെ പറയണം. ആ ദിവസം തന്നെ ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് പിന്നീട് പ്രശ്നങ്ങൾ തുടങ്ങിയത്. പിറ്റേ ദിവസം മുതലാണ് പലരും ജോലി ചെയ്യാൻ മടി കാണിച്ചു തുടങ്ങിയത്. കാരണം അവർക്ക് പറയാനുണ്ട്, ക്യാപ്റ്റന്മാർ ഇന്നലെ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തന്നില്ല, ഇല്ലെങ്കിൽ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന നെവിനും ആര്യനും അക്ബറും ഇന്നലെ ഫുഡ് ഉണ്ടാക്കിയില്ല. അവിടെ വേണമെങ്കിൽ ആര്യന് മാത്രം പറയാം, ഞാൻ ഇന്നലെ ടാസ്കിലായതുകൊണ്ട് എനിക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന്. മറ്റുള്ളവർ എന്തുകൊണ്ട് ഫുഡ് ഉണ്ടാക്കിയില്ല? അവിടെയാണ് അവർക്ക് ആദ്യത്തെ വീഴ്ച പറ്റിയത്. അതിനെ ചൊല്ലി തന്നെയാണ് പിറ്റേ ദിവസം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നൂറയ്ക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി വരുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴാണ് എതിർചേരിയിലുള്ള പലരും പറയുന്നത്, ഇനി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കണ്ട, ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം. അതിനിടയ്ക്കാണ് ഷാനവാസിൻ്റെ വിഷയം വന്നത്. അവിടെ ഷാനവാസിനെ കുറ്റം പറയുന്ന പലരും ഉണ്ട്. എന്നാൽ ഒരു കാര്യം ചോദിക്കണം, ഒരിക്കലും ഒരാൾക്കും അവിടെ തന്നിരിക്കുന്ന റേഷൻ ഇല്ലെങ്കിൽ സാധനങ്ങൾ കൈക്കലാക്കി വെക്കാൻ അധികാരമില്ല, അത് ക്യാപ്റ്റൻ ആയാൽ പോലും. അങ്ങനെയുള്ള സമയത്താണ് ആര്യനും നെവിനും ഭക്ഷണ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയത്. അതിനെ എതിർത്ത് ഷാനവാസ് ആ ഭക്ഷണ സാധനം കൈക്കലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആ പാല് പൊട്ടുകയും ആ പാലെല്ലാം കൂടെ നെവിൻ ഷാനവാസിൻ്റെ മുഖത്തേക്ക് എറിയുകയും ചെയ്തത്. അവിടെ ഷാനവാസ് ചെയ്തത് തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. ഭക്ഷണ സാധനങ്ങൾ കൈക്കലാക്കാൻ നോക്കിയപ്പോൾ അതിനെ എതിർത്തു. എന്നാൽ നെവിൻ ബോധപൂർവം തന്നെയാണ് ആ പാല് ഷാനവാസിൻ്റെ മുഖത്തേക്ക് ഒഴിച്ചത്. അതിനെ തുടർന്നാണ് ഈ 3 ക്യാപ്റ്റന്മാരും ഒന്നടങ്ങിയത്. ഇല്ലെങ്കിൽ അവർ ഈ ഭരണം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാനെ, ബിഗ് ബോസ് വീട് കുട്ടിച്ചോറാക്കിയാനെ. എന്തായാലും നെവിന് വാണിംഗ് കൊടുത്തതിന് ശേഷം നെവിൻ തന്നെ എല്ലാ അധികാരങ്ങളും എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ്. കിച്ചണിൽ നിന്ന് എന്ത് വേണമെങ്കിലും എടുക്കാം, ആർക്കും കുക്ക് ചെയ്യാം, ഇത് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞ് നെവിൻ വേറെ വഴിയില്ലാതെ അങ്ങനെ തീരുമാനമെടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷമാണ് എതിർചേരിയുള്ള മത്സരാർത്ഥികൾ ഇവർക്കേറെ നല്ല രീതിയിൽ ആഞ്ഞടിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ഫലമായിട്ടാണ് 100 കള്ളത്തരങ്ങൾ ചോദ്യം ചെയ്യാൻ വന്നത്.
ഒരു പക്ഷേ നൂറെ അല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ആ ചോദ്യം ചെയ്തതിനെ അനുകൂലിക്കാമായിരുന്നു. എന്നാൽ ഈ കട്ട് തിന്നുന്നവർ തന്നെ ഈ ചോദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ആരും അത് അക്സെപ്റ്റ് ചെയ്തില്ല. എന്തായാലും ലാലേട്ടൻ ഇതിനേരെ നല്ല രീതിയിൽ ആക്ഷൻ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഈ കട്ട് തിന്നുന്നവരുടെ എല്ലാം വീഡിയോ പുറത്ത് വിട്ട് അവിടെയുള്ള മത്സരാർത്ഥികളെയും പ്രേക്ഷകരെയും കാണിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ കള്ളന്മാർ തന്നെ കട്ട് തിന്നുന്ന അവസ്ഥയുണ്ടാവും. കള്ളന്മാരെ പിടികിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്നതായിരിക്കും നമ്മൾ കാണുന്നത്. എന്തായാലും ലാലേട്ടൻ ചോദ്യം ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി എന്തായാലും എപ്പിസോഡിൽ എന്താണ് വരുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.